ഇന്നത്തെ പരിപാടി നമ്മളൊരു ടെററി ഉണ്ടാക്കുകയാണ്. ഈ ഒരു ചില്ല് ജാറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു എക്കോസിസ്റ്റം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ മഴ പെയ്യും, മഞ്ഞ് പെയ്യും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ജീവികളുണ്ടാവും. അതാണ് ടെററി എന്ന് പറയുന്നത്. താഴെ ഇതിനൊരു ഡ്രൈനേജ് സിസ്റ്റം വേണം. നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ചെറിയ ക്ലേ ബോൾസ് കിട്ടും, അതിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ താഴെ നമ്മൾ ചെറിയൊരു നെറ്റ് ഇട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർക്കോൾ ഇടുന്നത്. ടെറേറിയം സോയിലിടുക. ടെറേറിയം സോയിലിൽ നമ്മൾ കുറച്ച് മണലും കുറച്ച് കോക്കോപ്പിറ്റും പിന്നെ കുറച്ച് വെർമി കമ്പോസ്റ്റും എല്ലാം കൂടെ ഇട്ടൊരു ചെറിയൊരു മിക്സ്. ടെറേറിയം സോയിലിടുക. ഓക്കെ ടെറേറിയം സോയിലിട്ടു. നമുക്ക് ഇതിൻ്റെ നടുക്ക് നമുക്കൊരു സാധനം സെറ്റ് ചെയ്യാനുണ്ട്. ലാവാ സ്റ്റോൺ വയ്ക്കാം. ലാവാ സ്റ്റോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വലിയ പാറക്കല്ല് പോലെ ഇരിക്കുമെങ്കിലും ഇതിന് വെയിറ്റ് ഇല്ല. അതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ഈ ടെറേറിയം സോയിലിടുകയാണ്. പിന്നെ ഈ ടെറേറിയത്തിൽ ഉപയോഗിക്കുന്നത് പൈപ്പിൻ്റെ കീഴിലും കിണറിൻ്റെ വക്കിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പായലുകളാണ് കേട്ടോ, കുട്ടി കുട്ടി പായലുകൾ. ഇതാണ് നമ്മൾ ഈ ടെറേറിയത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെറേറിയം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്ന ചെടികൾ മാത്രമാണ് ടെറേറിയത്തിൽ സർവൈവ് ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മറ്റേ വൈറ്റ് സാൻഡ് ഉണ്ട്. എനിക്കിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമ്മളങ്ങ് ചെയ്യുക. രസമുണ്ടല്ലോടാ, നല്ലൊരു മഞ്ഞ് പോലെയൊക്കെ ഉള്ള അല്ലേ? ഇനി നമുക്കിതിൽ പ്ലാന്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. രസമല്ലേ? പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാന്റ് കൂടെ ആഡ് ചെയ്യാം. ചെറിയ ഇലയുള്ള ചെടികളെ നമുക്ക് ഈ ടെറേറിയത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രസത്തിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു സാധനം. അപ്പോൾ ഇതിൻ്റെ അവസാനം നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പ്രിംഗ് ഡെയിൽസ് എന്ന് പറഞ്ഞൊരു ജീവിയാണ്. ഇതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണും ചെറിയ വെള്ളക്കുത്തുകൾ പോലെ. ഇത് നമുക്ക് തന്ന എംസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ടീമാണ്. അടിപൊളി ടീം. അവർ നല്ല ഇഷ്ടംപോലെ വെറൈറ്റി ടെറേറിയംസൊക്കെ ചെയ്യുന്നത്. കുറച്ച് സ്പ്രിംഗ് ഡെയിൽസ് ഇതിലിങ്ങനെ ആഡ് ചെയ്യാം. ഈ സ്പ്രിംഗ് ഡെയിൽസാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പൂപ്പലുകളൊക്കെ എന്താ പറയുക കഴിക്കുന്നത്. ഇതിൽ നമ്മളിനി കുറച്ച് വെള്ളത്തോടെ ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കുക വേണ്ട. അങ്ങനെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ ടെറേറിയം. നമ്മുടെ വീടിൻ്റെ സൈഡിലും നമ്മുടെ കിണറിൻ്റെ സൈഡിലും ഓടയുടെ സൈഡിലൊക്കെ കിടക്കുന്ന പായലിനും പൂപ്പലിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് നമുക്കൊരു ടെറേറിയം ഉണ്ടാക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഓരോ ടെറേറിയം ഉണ്ടാക്കണം. നല്ല രസമാണ് അല്ലേ? ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ?